നാടെങ്ങും നമ്മുടെ പാർട്ടി PDP നാളേക്ക് നന്മകളുമായി PDP ഈ നാടെങ്ങും നമ്മുടെ പാർട്ടി PDP നാളേക്ക് നന്മകളുമായി PDP. കർണാടക ചീഫ് മിനിസ്റ്റർ സദാനന്ദ ഗൗഡയ്ക്ക് അയക്കുവാനുള്ള കത്ത് നിങ്ങളിൽ നിന്ന് 9 വർഷം ജയിലിനകത്ത് കഴിഞ്ഞപ്പോൾ കരളേ എത്ര സഹിച്ചു തടവിൻ ദുരിതങ്ങൾ. കൽവിൻ നൊമ്പരമാലെ ലോകം ചേർന്ന് കരഞ്ഞപ്പോൾ കണ്ടു മഹദനി മുത്ത് മണ്ണിൽ മോചന സൗഭാഗ്യം. ഒരു തെറ്റും ചെയ്തവരല്ല, ഒരു കേസും തെളിയിച്ചില്ല, ഒരു കുറ്റം പറയാൻ പോലും കോടതി കണ്ടില്ല. ഹബ്സിൽ ഒരു പ്രതിയെ പോലെ ഒട്ടേറെ കാലമിരുന്നു, നഫ്സിൽ ഒരു നിമിഷം പോലും അക്ഷമ കണ്ടില്ല. നീലേ 9 വർഷം ജയിലിനകത്ത് കഴിഞ്ഞപ്പോൾ കരളേ എത്ര സഹിച്ചു തടവിൻ ദുരിതങ്ങൾ. തടവറയിൽ പീഡനമേറ്റു സഹിച്ചു തളർന്നവരാണേലും ആരോടും പകയില്ലാത്തൊരു മനമാണെൻ്റെ മലരിന്ന്. സൗഹാർദ്ദം കാണാൻ മഹദനി പോരാടുന്നു പാരിടമിൽ. ഹൈറിൻ കനിയൊരു പുതുവർണ്ണ പൂങ്കമറല്ലോ ദീനിന്ന്. ഇനി വിടരും റോസാമലരുകളെന്നും നാമെല്ലാം ഒരു മാതാവിൻ പ്രിയ സന്തതിയാണല്ലോ. ഒന്നിക്കാം സ്നേഹം കൈവിടാതെ, എന്നാളും എല്ലാവർക്കും ഭാരതമെന്ന പൂവനിയിൽ. നീലേ 9 വർഷം ജയിലിനകത്ത് കഴിഞ്ഞപ്പോൾ കരളേ എത്ര സഹിച്ചു തടവിൻ ദുരിതങ്ങൾ. കാരാഗ്രഹമോചിതനായി മഹദനി വന്നൊരു നേരത്ത് കണ്ടില്ലേ ജനലക്ഷങ്ങൾ അതിരുകളെല്ലാം ഭേദിച്ച് അവരെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുജീബ് റഹ്മാൻ സാഹിബ്, സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ MS ജയപ്രകാശ്, മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട പൂന്തുറ സിറാജ്, ആശംസ പ്രസംഗം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ, ആശംസ പ്രസംഗം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനാബ് അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ്, ആശംസ പ്രസംഗം നടത്താനിരിക്കുന്ന ബഹുമാനിക്കുന്നവർ, എല്ലാവരും ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷം. ഞാൻ ജനിച്ച് കൈപ്പിന്നായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വാപ്പച്ചി ജയിലിൽ പോവുകയും 9.5 വർഷം നിരപരാധിയായി ജയിലിൽ കഴിയുകയും 9.5 വർഷത്തിന് പീഡനങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തു. പിന്നീട് വാപ്പച്ചി ഞങ്ങളുടെ അടുക്കലിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഇനിയും
വാപ്പച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. അങ്ങനെ ചെറിയ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ കർണാടക ജയിലിലേക്ക് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ഈ ജനസമ്പർക്ക പരിപാടിയിൽ സമ്മേളിച്ചതിന് വളരെയധികം നന്ദി. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഈ വരുന്ന ജനുവരി 3-ാം തീയതി വാപ്പച്ചിയുടെ കേസ്, ജാമ്യത്തിന് വേണ്ടിയുള്ള കേസ് സുപ്രീം കോടതിയിൽ എടുക്കും. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വാപ്പച്ചിയുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും എത്രയും പെട്ടെന്ന് വാപ്പച്ചിയുടെ കാര്യത്തിൽ എല്ലാവരും ഇടപെടണമെന്നും ഇതുവരെയും ഇടപെട്ടവർക്കും വാപ്പച്ചിയുടെ കേസ്, ജാമ്യത്തിന് വേണ്ടിയുള്ള കേസ് സുപ്രീം കോടതിയിൽ എടുക്കും. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വാപ്പച്ചിയുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും എത്രയും പെട്ടെന്ന് വാപ്പച്ചിയുടെ കാര്യത്തിൽ എല്ലാവരും ഇടപെടണമെന്നും ഇതുവരെയും ഇടപെട്ടവർക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും വാപ്പച്ചിയുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാടെങ്ങും നമ്മുടെ പാർട്ടി PDP നാളേക്ക്